ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാവാം. അത് ആരായാലും അവർ എപ്പോഴും നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ് ക്രിയകൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശത്രുക്കളാവട്ടെ തേർഡ് പാർട്ടി ആവട്ടെ, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെയും ഈ തേർഡ് പാർട്ടിയുടെയും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടി ആരാണ് എന്ന ചോദ്യത്തിന് ഒരു സ്ത്രീയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വിവാഹ ജീവിതമോ പ്രണയ ജീവിതമോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ ഈ ഒരു സ്ത്രീക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്നിട്ടിപ്പോൾ അവർ കുറച്ച് ശാന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് അമിതമായി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിർത്തി കുറച്ചൊന്ന് ഒതുങ്ങിയ മട്ടിലാണ് കക്ഷി. ഇവരിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ഒരു വ്യക്തി ഇവർ നിങ്ങളുടെ മേൽ ചെയ്തു വെച്ച നെഗറ്റീവ് ക്രിയകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ഉദ്ദേശത്തോടെ ഉള്ള പ്രാർത്ഥനകളോ ഒക്കെയും ഇന്ന് അവരിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരു പവിത്രമായിട്ടുള്ള ഒരു സോളാണ്, ഡിവൈൻ സോൾ. പ്രപഞ്ചത്തിൻ്റെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. നിങ്ങളുടെ ഒപ്പം എന്നും ആ ഒരു ശക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ട് എനർജിയിൽ കാണുന്നുണ്ട്. ഇന്നും നിങ്ങളെ ആ ഒരു ശക്തി സംരക്ഷിക്കുന്നുമുണ്ട്. ഇവിടെ കിട്ടിയ ഈ ഒരു വ്യക്തിയുടെ സ്ത്രീയുടെ എനർജി അവർ വളരെ ദേഷ്യത്തിലാണ് എന്നതാണ്. അതായത് അവർ ചെയ്ത നെഗറ്റീവ് ക്രിയകളോ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളോ ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏൽക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടാണ് അവർക്ക് ദേഷ്യം വരുന്നത്. അവർ അസ്വസ്ഥമാകുന്നുണ്ട്. അവർ ആരാധനാലയങ്ങളിലൊക്കെ പോയി, അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി ഭയങ്കര ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കയ്യിലിരിപ്പ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കയ്യിലിരിപ്പൊന്നും ശരിയല്ല. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്കല്ല എന്നാണ്. ഇവർക്ക് കൂട്ടാളികൾ ഉണ്ട്. കൂട്ടാളികളിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യവും കാണുന്നുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് നിങ്ങളുടെ പ്രണയ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തികം പോലും തകർക്കാനായിട്ട് ഇവർ പല വഴികളും നോക്കി. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി നശിച്ചു പോകട്ടെ എന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ വ്യക്തികൾ നിങ്ങൾക്കുമേൽ ചെയ്ത നെഗറ്റീവ് ക്രിയകളും പ്രാക്കും ഒക്കെ ഇവർക്ക് തന്നെ തിരിച്ചടിയായി. കാരണം നിങ്ങൾ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ദ്രോഹം വരണമെന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയുടെ സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല പൂർവികരുടെ ആ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യുന്ന ഈ വ്യക്തികളുടെ എല്ലാ യുദ്ധങ്ങളും എന്താ പറയുക, ഒന്നുമല്ലാതായിരിക്കുന്നത് കാണാം. നിഷ്പ്രഭമായിപ്പോയി. അതെല്ലാം തന്നെ അവർക്ക് തിരിച്ചടികളായിട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആ ഒരു ധാർഷ്ട്യത്തിന് കുറവൊന്നുമില്ല. മാത്രമല്ല സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇവർ ഇത്രയും നാളുകളായിട്ട് ആളുകളുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ച പേരും പെരുമയും ഒക്കെ ഇല്ലാതായി പോകുന്നു എന്നതിൻ്റെ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ അവരുടെ പാസ്റ്റിൽ ഇവരുടെ നുണകൾക്കും അഹങ്കാരത്തിനുമൊക്കെ ഇവർക്ക് കൂട്ടായി നിന്നിരുന്ന വ്യക്തികൾ ഇവരെ വിട്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. മാത്രമല്ല പാസ്റ്റിൽ ഒരു സ്ത്രീ നിങ്ങളുടെ വ്യക്തിത്വത്തിലും നിങ്ങളുടെ സൗന്ദര്യത്തിലും ഒക്കെ
അവർക്ക് വളരെയധികം അസൂയ ഉണ്ടായിരുന്നു എന്നാണ് എനർജിയിൽ കാണുന്നത്. ഈ സ്ത്രീക്ക് അത്രയും അസൂയ നിങ്ങളോടുണ്ടായിരുന്നു. മിക്കവാറും നിങ്ങൾ വിവാഹിതനോ ആയിരിക്കാം. ആദ്യമൊക്കെ നിങ്ങളുടെ ഭാര്യയുമൊത്ത് അല്ലെങ്കിൽ ഭർത്താവുമൊത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു യോജിപ്പ് അത്രയും മനോഹരമായിരുന്നിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്ത്രീക്ക് അതൊന്നും കാണുന്നത് ഇഷ്ടമല്ല. നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ സ്നേഹമൊന്നും അവർക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് എങ്ങനെയുള്ള സ്നേഹമൊന്നും അവരുടെ പാർട്ട്ണറിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ ലഭിച്ചിട്ടുണ്ടാവില്ല. അതിനും ഒരു കാരണമുണ്ട്. ഇവരും ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം ഇവരും ആർക്കും അങ്ങോട്ടും കൊടുത്തിട്ടില്ല. ഇവർക്ക് ആദ്യം മുതലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരെ തകർക്കാനും ഒക്കെ ആയിരുന്നു ഇഷ്ടം. അതും നെഗറ്റീവ് ക്രിയകളെയൊക്കെ കൂട്ടുപിടിച്ച്. ഇവർ സ്വന്തമായിട്ടും ആരോടും സത്യസന്ധത പുലർത്തിയിട്ടില്ല. അതുപോലെ മറ്റാരുടെയും സത്യസന്ധമായ സ്നേഹത്തെ കാണാനും അവർ ഇഷ്ടപ്പെട്ടില്ല. പണം കൊടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്രിയകളൊക്കെ ചെയ്തത്. മാത്രമല്ല ഇവർ ഭയങ്കരമായിട്ട് പ്രാകുന്ന ഒരു സ്ത്രീയാണ്. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഇവർ വിചാരിച്ച തകർച്ചയൊന്നും നിങ്ങളിൽ അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യമൊന്നും സഹിക്കാൻ പറ്റണില്ല. ഈ നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ, ഞാൻ പണമൊക്കെ തരുന്നതല്ലേ, എന്നിട്ട് എന്താണ് നിങ്ങൾക്കൊന്നും സംഭവിക്കാത്തത് എന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞു കാണും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സംരക്ഷണ വലത്തെക്കുറിച്ച് ഈ നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്ന ആളും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന വ്യക്തിയും അത്ര നല്ല വ്യക്തിയല്ല. കാരണം ഒരു നല്ല വ്യക്തി, ദൈവവിശ്വാസിയായ ഒരു വ്യക്തി എന്തിൻ്റെ പേരിലായാലും പണം വാങ്ങി മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഒരു കാര്യത്തിലും നിൽക്കില്ല. അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യില്ല. പണത്തിനോടുള്ള താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അത് ഫലിക്കില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ ഈ സ്ത്രീ നിങ്ങളെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ലക്ഷ്യം നിങ്ങളുടെ കണ്ണുനീര് മാത്രമല്ല നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്കെതിരെ തിരിക്കാനും ഈ സ്ത്രീ നന്നായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു സമാധാനവും ഐക്യവും ഒക്കെ നശിപ്പിക്കണം. അവരെ കൊണ്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ സ്ത്രീ ചെയ്യും. പ്രധാനമായും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിനെയും തമ്മിൽ അകറ്റാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ വാക്കൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ കേൾക്കാൻ പാടില്ല. ഈ സ്ത്രീ പുറമേ ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞല്ലോ. പള്ളിയിലും അമ്പലത്തിലൊക്കെ പോവും. കറക്റ്റ് സമയത്ത് പ്രാർത്ഥനകളൊക്കെ നടത്തും. ഇത്രത്തോളം ഭക്തിയുള്ള, ഭഗവാനെ സ്നേഹത്തോടെ കാണുന്ന, മനസ്സിൽ നന്മയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരണം എന്ന് ആഗ്രഹിക്കില്ല. അപ്പോൾ അവരുടെ ഭക്തി എന്ത് തരം ഭക്തിയാണ്? അവരെക്കുറിച്ച് ദോഷം പറയില്ല. ആരെക്കുറിച്ചും, നിങ്ങളെക്കുറിച്ചല്ല, ആരെക്കുറിച്ചും ദോഷം പറയില്ല. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കണം എന്നതിനെക്കുറിച്ചൊന്നും നല്ല ഭക്തിയുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവരൊന്നും അങ്ങനെ ചിന്തിക്കില്ല. എല്ലാവരും നന്നായിരിക്കണം എന്ന് മാത്രമേ അവരാഗ്രഹിക്കുള്ളൂ. ഇവർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട്. കർമ്മ ഒരിക്കലും ശിക്ഷയല്ല, നമ്മുടെ പ്രവർത്തികൾക്കുള്ള ഫലമാണ്. നല്ല പ്രവർത്തികൾക്ക് നല്ല കർമ്മ കിട്ടും, ചീത്ത പ്രവർത്തികൾക്ക് അതിനനുസരിച്ചുള്ള കർമ്മയും കിട്ടും. പക്ഷേ ഈ ഒരു വ്യക്തി ആർക്കും നന്മ ചെയ്യുന്നില്ല. അതാണ് മറ്റൊരു എനർജിയിലൂടെ കാണുന്നത്. അന്യായമായിട്ട്, അനാവശ്യമായിട്ട് മറ്റു വ്യക്തികൾ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഇനിയുള്ള ജീവിതം വളരെയധികം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം നല്ലതായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പോട്ടെ, അതിനെ നമുക്ക് തിരുത്താൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ പോസിറ്റീവ് മനസ്സോടെ ഭഗവാനിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന
ആ ശക്തി, അത് ഏത് ആയിക്കൊള്ളട്ടെ, ആ ഒരു ശക്തിയിലേക്ക് പൂർണ്ണമായും നിങ്ങൾ ആ ശക്തിക്ക് സമർപ്പിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. മറ്റൊരു എനർജിയിൽ കാണുന്നത്, ഈ ഒരു സ്ത്രീ പാസ്റ്റിൽ എന്തൊക്കെയാണ് ചെയ്തതെങ്കിലും ഇവർക്കുള്ള കർമ്മ വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. അതവരെ തകർക്കും. അത് നിങ്ങൾ കാരണമല്ല, അവരുടെ പ്രവർത്തികൾ കാരണമാണ്. അവർ പ്രപഞ്ചത്തിലേക്ക് വിട്ട എനർജി അത് തിരിച്ച് അവരിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണർ തന്നെ അവർക്കെതിരെ തിരിയും എന്നും കാണുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യമെല്ലാം മാറിമറിയും. ഇവരുടെ കൂടെ നിന്ന വ്യക്തികൾ ചിലപ്പോൾ അത് നിങ്ങളുടെ പങ്കാളിയുടെ തന്നെ ബന്ധുക്കളാകാം. ആര് തന്നെ ആയാലും എല്ലാവരും ഈ സ്ത്രീക്ക് എതിരാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുമ്പിൽ ഈ ഒരു സ്ത്രീയുടെ തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. ഈ സ്ത്രീ പല ആളുകളുടെയും മനസ്സമാധാനം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം യൂണിവേഴ്സ് അവരിലേക്ക് തന്നെ തിരിച്ചയക്കും. മറ്റൊരു എനർജിയിൽ കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാഘോഷം കടന്നു വരുന്നു, സമൃദ്ധി കടന്നു വരുന്നു എന്നാണ്. റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് വീണ്ടും കമ്മിറ്റഡ് ആകും. ഉത്തരവാദിത്തങ്ങളെല്ലാം തിരിച്ചറിയും. നെഗറ്റീവ് എനർജികളെല്ലാം ഇല്ലാതാവും എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സ്ത്രീക്ക് പ്രപഞ്ചം ഒരവസരം കൊടുത്തിരുന്നു. അവർക്ക് നന്നാവാനുള്ള ഒരവസരം. എല്ലാവർക്കും അങ്ങനൊരു അവസരം നൽകും. പക്ഷേ അവർക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊരു വാശി. അവരിപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ മുന്നേ ചെയ്ത നെഗറ്റീവ് കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല, മുന്നേ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങളുടെ ഉയർച്ചയും കുടുംബത്തിൻ്റെ സന്തോഷവും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഒരിക്കലും സഹിക്കുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണറിനെ പോലും ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴും അവരിങ്ങനെ അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളെയും ഇപ്പോഴും അവർ ഓരോന്നും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ കാര്യം. പക്ഷേ നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതൊന്നും ബാധിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. സമാധാനവും സന്തോഷവും ഐശ്വര്യപൂർണമായൊരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.